ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 മെയ് മാസത്തിലെ ആനുകാലിക വിവരങ്ങൾ. യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം. ഉത്തരം കരീന കപൂർ. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏത്? ഉത്തരം തൃശൂർ. ആദ്യ ജില്ല പാലക്കാട്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. ഉത്തരം കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും 16-കാരിയായ ക്യാമ കാർത്തികേയനാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. ഉത്തരം ഗോപീചന്ദ് തോട്ടക്കുറ. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം 2024 നേടിയ ആദ്യ ജർമ്മൻ സാഹിത്യകാരി. ഉത്തരം ജെനി എർപെൻബെക്ക്. കൈറോസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. കൈറോസ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മൈക്കൽ ഹോഫ്മാൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ മുഖ്യ പരിശീലകൻ ആര്? ഉത്തരം മിക്കേൽ സ്റ്റാറെ. മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചതാർക്ക്? ഉത്തരം തുളസീവനം ആർ രാമചന്ദ്രൻ നായർ. ഇറാനിലെ ചബഹാർ തുറമുഖ ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല 2024 10 വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യമേത്? ഉത്തരം ഇന്ത്യ. കുടുംബശ്രീ അംഗങ്ങൾക്ക് കലാ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി വാർഡ് തലത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം എന്നിടം. 2024 മെയ്യിൽ 100ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം കൊല്ലം. GV രാജ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന സ്ഥലത്ത്. 2024 ഷാപ്പ് പ്രൈസിന് 2024 ഷാപ്പ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം ശ്രീനിവാസ് ആർ കുൽക്കർണി. ബാഡ്മിൻ്റൺ വേൾഡ് ഫെഡറേഷൻ്റെ 2025 ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിൻ്റെ വേദി? ഉത്തരം പഞ്ചാബ്. കുടുംബശ്രീ ദിനം എന്നാണ്? ഉത്തരം മെയ് 17. 2024 മെയ്യിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം? ഉത്തരം സുനിൽ ഛേത്രി. 2024 മെയ്യിൽ അന്തരിച്ച അസമിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തക ആര്? ഉത്തരം വിരുബല രാഭ. 2024 മെയ്യിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനമേത്? ഉത്തരം കേരളം. 2025 കേരളം സമ്പൂർണ്ണ സ്റ്റാമ്പ് സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. 2024 മാതൃദിനം എന്നാണ്? മെയ് 12. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22. 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയമെന്താണ്? ഉത്തരം പദ്ധതിയുടെ ഭാഗമാകുക എന്നതാണ് 2024 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ആനകളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള റെയിൽവേയുടെ പുതിയ AI പദ്ധതിയുടെ പേര്? ഉത്തരം ഗജരാജ. ദേശീയ ഡെങ്കിപ്പനി ദിനം എന്നാണ്? ഉത്തരം മെയ് 16. 2024 ദേശീയ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് 2024 ദേശീയ ഡെങ്കിപ്പനി ദിനത്തിൻ്റെ പ്രമേയം. ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024 വേദി എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ വജ്ര ജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച തോപ്പിൽ ഭാസിയുടെ നാടകമേത്? ഉത്തരം
ഒളിവിലെ ഓർമ്മകൾ. ഓക്സ്ഫോർഡ് ഇക്കണോമിക് ഗ്ലോബൽ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കൊച്ചി, തൃശൂർ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുഷ്പമേള. ഉത്തരം ദി ഗ്രേറ്റ് സ്പ്രിംഗ് ഷോ. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്ററിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം. ഉത്തരം ദീപ്തി ജീവൻജി. വേദി ജപ്പാനിലെ കോംബെ. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് ആര്? ഉത്തരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയത് ആര്? ഉത്തരം പോളണ്ടിന്റെ ഇഗ സിത്തക്. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാര്? ഉത്തരം വൈശാലി രമേശ് ബാബു. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ലയേത്? ഉത്തരം തിരുവനന്തപുരം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം പ്രതിഭ റായ്. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമേത്? ഉത്തരം UAE. 2024 ഫോബസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാര്? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 80 വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി? ഉത്തരം മൈൻഡ് ബ്ലോവേഴ്സ്. വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ പൂവ്? ഉത്തരം അരളിപ്പൂവ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമേത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ ഏതൊക്കെയാണ്? ഉത്തരം തുളസീദാസ് രചിച്ച രാമചരിതമാനസ്, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, ആചാര്യ ആനന്ദവർദ്ധനയുടെ സൗഹൃദ ലോകലോകന, റുക്കിയ ഹുസൈൻ എഴുതിയ സുൽത്താനാസ് ഡ്രീം എന്നീ കൃതികളാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സാഹിത്യ രചനകൾ. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്നാണ്? ഉത്തരം മെയ് 12. 2024 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം? ഉത്തരം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിന്റെ സാമ്പത്തിക ശക്തി എന്നതാണ് 2024 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഉത്തരം നെതർലാൻഡിലെ റോട്ടർഡാം. ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തുള്ള ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിൽ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് ആര്? ഉത്തരം MV ജനാർദ്ദനൻ. പെരുമലയൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 മെയ്യിൽ അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ഉത്തരം രഘുനന്ദൻ കമ്മത്ത്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്? ഉത്തരം മൈത്രി 2. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പരിശോധന? ഉത്തരം ഓപ്പറേഷൻ ആഗ്. ഏതു രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണം എന്ന് പ്രസ്താവിച്ചത്? ഉത്തരം ഇന്ത്യ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തി? ഉത്തരം സംഗീത് ശിവൻ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാര്? ഉത്തരം കാമി റിത.
30 തവണയാണ് കാമിറിത എവറസ്റ്റ് കീഴടക്കിയത്. അമേരിക്കയിലെയും കനഡയിലെയും വനിതാ എഴുത്തുകാർക്ക് നൽകുന്ന കാരോൾ ഷീൽഡ് പ്രൈസ് 2024 ലഭിച്ചതാർക്ക്? ഉത്തരം വി ഗണേശാനന്ദൻ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം? ഉത്തരം കൊറോണൽ മാസ് ഇജക്ഷൻ. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്തോനേഷ്യ. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേര്? ഉത്തരം ടെൻസിംഗ്. ഇന്ത്യയിലെ 17ാമത് ചൈനീസ് അംബാസിഡറായി നിയമിതനായ വ്യക്തി? ഉത്തരം ഷു ഫെയ് ഹോങ്. 2024 വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലകൾ? ഉത്തരം മലപ്പുറം, കോഴിക്കോട്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത്? ഉത്തരം സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്നത് ഏതു രാജ്യത്താണ്? ഉത്തരം ഭൂട്ടാൻ. അടുത്തിടെ പൊട്ടിത്തെറിച്ച സെമരു എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന അക്ഷര മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏത്? ഉത്തരം കോട്ടയം. ഇന്ത്യയുടെ എത്രാമത്തെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി? ഉത്തരം 26ാമത്തെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം പൂനെ. 2024 വനിതാ T20 മത്സരത്തിന് വേദിയാവുന്ന രാജ്യമേത്? ഉത്തരം ബംഗ്ലാദേശ്. 2024 സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമേത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അന്താരാഷ്ട്ര കുടുംബ ദിനം എന്നാണ്? ഉത്തരം മെയ് 15. 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ പ്രമേയം? ഉത്തരം കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് 2024 അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ പ്രമേയം. 2027 വനിതാ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം ബ്രസീൽ. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ? ഉത്തരം KP രാമനുണ്ണി. ഹൈന്ദവം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച പാലസ്തീൻ സാഹിത്യകാരൻ? ഉത്തരം ബാസി ഗൻദാഗ്ജി. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം? ഉത്തരം കാങ്ക-സന്തുറൈ തുറമുഖം. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേനാ മിസൈൽ? ഉത്തരം ക്രിസ്റ്റൽ മേസ് 2. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിന്റെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ? ഉത്തരം വർഗീസ് കോശി. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ ശക്തിയുടെ 7ാം പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം മേഘാലയ. ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളി താരം? ഉത്തരം ഹേമചന്ദ്രൻ M. നായർ. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിന്റെ 2ാമത്തെ മുഖപത്രം? ഉത്തരം യോഗനാഥം. ആദ്യ പ്രസിദ്ധീകരണം വിവേകോദയം. IPLൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം? ഉത്തരം വിരാട് കോഹ്ലി. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 39. 1ാം സ്ഥാനത്ത് അമേരിക്ക, 2ാം സ്ഥാനത്ത് സ്പെയിൻ, 3ാം സ്ഥാനത്ത് ജപ്പാൻ. ഇന്ത്യ 39ാം സ്ഥാനത്ത്. ലോക തേനീച്ച ദിനം എന്നാണ്? ഉത്തരം മെയ് 20. 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് അന്തരിച്ച ഇറാൻ പ്രസിഡന്റ്? ഉത്തരം
ഇബ്രാഹിം റൈസി. ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായി മുഹമ്മദ് മോഖ്ബറിനെ നിയമിച്ചു. ക്രിമിനൽ കേസിൽ പ്രതികളായ വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസ്. ഉത്തരം ബ്ലൂ കോർണർ നോട്ടീസ്. 2024 മെയ്യിൽ മെഴുകുപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ഉത്തരം ജർമ്മനി. 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റ്. ഉത്തരം ഹിദായ. അറബി ഭാഷയിൽ മാർഗനിർദ്ദേശം എന്നും സ്വാഹിലി ഭാഷയിൽ സമ്മാനം എന്നുമാണ് ഹിദായ എന്ന പദത്തിന്റെ അർത്ഥം. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരി. ഉത്തരം ആലീസ് മൺറോ. സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യ ഏതു രാജ്യത്തെ പിന്തള്ളിയാണ് 3-ാം സ്ഥാനത്ത് എത്തിയത്? ഉത്തരം ജപ്പാൻ. 1-ാം സ്ഥാനത്ത് ചൈന, 2-ാം സ്ഥാനത്ത് അമേരിക്ക. നിലവിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ, 4-ാം സ്ഥാനത്ത് ജപ്പാൻ. അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്ന്? ഉത്തരം മെയ് 12. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത്? ഉത്തരം കേരളം. 2024 മെയ് 6 അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ? ഉത്തരം ഹരികുമാർ. 2024 4-ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി? ഉത്തരം അസർബൈജാനിലെ ബാക്കു. 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഉത്തരം ബ്രസീലിലെ ബെലം ഡോ പാര. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം? ഉത്തരം മാരീജ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേര്? ഉത്തരം സ്മാർട്ട് PDS. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ? ഉത്തരം അനീഷ് ശേഖർ. ഇന്ത്യയിൽ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്ന കോളേജ് ഏത്? ഉത്തരം ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അടുത്തിടെ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട COVID-19 വകഭേദം? ഉത്തരം ഫ്ലിഡ്. ഒമിക്രോണിന്റെ JN.1ൽപ്പെട്ട വകഭേദമാണ് ഫ്ലിഡ്. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ഉത്തരം കപിൽ സിബൽ. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? ഉത്തരം മലപ്പുറം. 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത്? ഉത്തരം നീരജ് ചോപ്ര. ഡിമെൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓർമ്മത്തോണി. 2024 മെയ്യിൽ ഗൂഗിളിന്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച AI അസിസ്റ്റന്റ്? ഉത്തരം അസ്ത്ര. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരകയുടെ പേര്? ഉത്തരം സന. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യമേത്? ഉത്തരം നേപ്പാൾ. 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ചിലി. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥത്തിന്റെ പേര്? ഉത്തരം പലമത സാരവുമേകം. ലോക തൊഴിലാളി ദിനം? ഉത്തരം മെയ് 1. 2024 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം? ഉത്തരം മാറുന്ന കാലാവസ്ഥയിൽ ജോലിയിൽ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പാക്കുന്നു എന്നതാണ് 2024 ലോക തൊഴിലാളി ദിനത്തിന്റെ പ്രമേയം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ
കേന്ദ്ര തുറമുഖ മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം അബുദാബി. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഏതു സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേര്? ഉത്തരം ശലഭം. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്ന് പരാമർശിച്ച കോടതി? ഉത്തരം മുംബൈ കോടതി. ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 3. 2024 മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. അടുത്തിടെ ആസ്ട്രാസെനക എന്ന കമ്പനി വിപണിയിൽ നിന്നും പിൻവലിച്ച കോവിഡ് വാക്സിൻ? ഉത്തരം കോവിഷീൽഡ്. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ വേദി? ഉത്തരം വെസ്റ്റ് ഇൻഡീസ് USA. 2024 ICC വനിതാ T20 ലോകകപ്പിന്റെ വേദി? ഉത്തരം ബംഗ്ലാദേശ്. 2024 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം നോർവേ. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം ഏത്? ഉത്തരം മെയ് 25. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ? ഉത്തരം ഫുജിയാൻ. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരം? ഉത്തരം ദലമർമരങ്ങൾ. ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ? ഉത്തരം വിക്ടോറിയ ഷീ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം റഫീഖ് അഹമ്മദ്.